ഞാൻ റീസെന്റ് കണ്ട ഒരു മൂവിയാണ് ബെർലിൻ. ഇത് OTT-യിലൂടെയാണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ള C5-ല്. സിനിമ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു കിടിലം ത്രില്ലർ മൂവി ആയിരുന്നു. നമ്മൾ ഈ കൊറിയൻ സ്പൈ മൂവീസ് ഒക്കെ കാണത്തില്ല, അതേ ഒരു പാറ്റേണിലാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻസും അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് ഒക്കെയാണ് ഈ ഒരു മൂവിയുടെ മെയിൻ തീം എന്ന് പറയുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു ഏജൻസി ഒരു സ്പൈനെ അറസ്റ്റ് ചെയ്യും. പുള്ളിക്കാരൻ ഡെഫാണ്. സോ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുന്ന ഈ സൈൻ ലാംഗ്വേജ് ഒക്കെ അറിയുന്ന ഒരു ടീച്ചറാണ്. സോ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസും അല്ലെങ്കിൽ ഓരോ പോയിന്റ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ഇവന്റ് കൊണ്ട് എത്തിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു ഏജൻസിയുടെ മെയിൻ മോട്ടീവ് എന്താണ്, അല്ലെങ്കിൽ ഡെഫായിട്ടുള്ള ഒരു സ്പൈനെ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഏജൻസിയൊക്കെ എന്ത് ചെയ്യുന്നതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ മെയിൻലി ഈ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ പൊളിറ്റിക്സും ഇന്ത്യ, റഷ്യ, സോ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു പീരിയഡ് ടൈമിൽ നടക്കുന്ന ഒരുപാട് പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുന്ന ഒരു മൂവിയും കൂടിയാണ്. അതായത് ഓൾറെഡി ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു, ആ ഒരു ഇവന്റ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള മെയിൻ മോട്ടീവ് എന്താണ്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സപ്പോർട്ടും അല്ലെങ്കിൽ അതിലോട്ട് എങ്ങനെ എത്തിയെന്നാണ് ഈ സിനിമയിൽ ആ ഒരു ഇന്ററാക്ഷനിലൂടെ സംസാരിച്ച് പോകുന്നത്. ആൻഡ് ആ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് പേസിലൊന്നും അല്ല, വളരെ മീഡിയം പേസിലാണ് സംസാരിച്ച് പോകുന്നത്. എനിക്ക് മെയിൻലി ഇതിന്റെ ഒരു എക്സിക്യൂഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഭയങ്കര ക്വാളിറ്റി ആയിരുന്നു കാണാനായിട്ട്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പല സിറ്റുവേഷൻസ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പല ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പല കാര്യങ്ങൾ നടന്നു കാണും. സോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് ഇവരൊരു പ്രോപ്പർ കൺക്ലൂഷനിൽ എത്തും. അതായത് നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വരും, ഓക്കെ ഇതാണ് പാറ്റേൺ അല്ലെങ്കിൽ ഇങ്ങനെയാണ് സ്റ്റോറി വേണം. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ അതുവരെ കണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ഡയറക്ഷൻ മാറ്റുകയാണ്. സോ പിന്നീട് വേറൊരു ലെവലിലോട്ട് സിനിമ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് ഈ സിനിമയിൽ നടന്നു പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബെർലിൻ. ഓക്കെ, ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് ബെർലിൻ എന്ന് പേരിടുന്നത് നമ്മൾ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ഓക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ സിനിമ കണ്ടു തുടങ്ങി അങ്ങോട്ട് പോകും തോറും നമുക്ക് മനസ്സിലാവും അതല്ല ബെർലിൻ. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ ഓക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങോട്ട് പോകും തോറും അല്ലെങ്കിൽ ആ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഇവന്റ്സ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നീട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ റിവീൽ ചെയ്ത് വരുന്നൊക്കെ വേറെ ലെവലാണ്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോലും കാണത്തില്ല ഇങ്ങനത്തെ രീതിയിലേക്കായിരിക്കും ഇത് പോകുന്നത്. അത്ര കിടിലായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു പീരിയഡ് ബേസിക് സ്റ്റോറിയാണ്. ആൻഡ് ഇതിന്റെ കഥ നടക്കുന്ന 90s-ലാണ്. ഇന്നത്തെ പോലെ വലിയ ടെക്നോളജി ഒന്നുമില്ല. ഈ ഒരു വലിയൊരു ഏജൻസി ഒരു സ്പൈനെ അറസ്റ്റ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ പറയുന്നത് ആകെയുള്ള ടേപ്പ് റെക്കോർഡർ വെച്ചിട്ടാണ്. ഈ ടേപ്പ് റെക്കോർഡിലാണെങ്കിൽ മറ്റേ എഡിറ്റിങ്ങോ ട്രിമ്മിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് അത് അതുപോലെ പ്രൂഫായിട്ട് കൊണ്ടുപോകണം. ചിലപ്പോൾ ഈ ഒരു സ്പൈ ആയിട്ടുള്ള ഇന്ററോഗേഷൻസിൽ ഈ ഒരു ഏജൻസിക്ക് തന്നെ പണി കിട്ടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസറൊക്കെ കാണും. സോ അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ചോദ്യം എന്താണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അത് എങ്ങനെ ആൻസർ ചെയ്യണം, അതായത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എല്ലാ പണിയും കൂടി ഇവർക്ക് കിട്ടും. അതായത് ഒരു ഡെഫായിട്ടുള്ള സ്പൈനെ കിട്ടി ബാക്കി കാര്യങ്ങളൊക്കെ ഇയാളെ തലയിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്സ് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനൊക്കെ നോക്കും പല പോയിന്റിലും. സോ അങ്ങനത്തെ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും കിട്ടത്തില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകും തോറും ഓരോ പോയിന്റ്സും നമ്മൾ ഇതുപോലത്തെ ഓരോ ഇവന്റ്സ് ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു എൻഗേജിങ് ഫീലൊക്കെ ആ ഒരു അവസാനം വേറെ ലെവലായിട്ട് തന്നെ സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ഈ ഒരു മൂവിയുടെ എക്സിക്യൂഷനും ആ ഒരു എൻ്റെ മൂവിയുടെ മേക്കിംഗ് ഒക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. സോ ആ ഒരു ഇവന്റ്സിനൊക്കെ ഒരു എക്സിക്യൂഷൻ ഉണ്ടല്ലോ, ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്, അത് വർക്ക് ആവുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേഷൻ അത് കണക്ട് ചെയ്യുന്നത് അതൊക്കെ അടിപൊളിയാണ്. ആൻഡ് മെയിൻലി ഇതിന്റെ ഒരു കളറിംഗ് ടോൺ ഉണ്ട്, അതും നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമ്മളൊരു പക്ക ഹോളിവുഡ് സ്റ്റഫ് അല്ലെങ്കിൽ ഒരു കൊറിയൻ സ്പൈ മൂവിയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതേ ഫീൽ ആയിരുന്നു ഇതിന്റെ ഒരു കളർ ടോൺ ആയാലും ആ ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ ആയാലും അല്ലെങ്കിൽ ആ ഒരു എൻ്റെ മൂവിയുടെ മേക്കിംഗ് ആയാലും അതൊക്കെ നല്ല രസമായിരുന്നു. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു എൻ്റെ മൂവി കാണുമ്പോൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. ഇതിന്റെ ഒരു സ്റ്റോറി ആയാലും സ്ക്രീൻ പ്ലേ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. മെയിൻലി ആ ഒരു റൈറ്റിംഗ്സ് ഒക്കെ നല്ല രസമായിരുന്നു. ആ ഡയലോഗ്സ് ആയാലും ക്യാരക്ടേഴ്സിന്റെ എക്സ്പ്രഷൻസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഇന്റർഗേഷൻ സീക്വൻസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ രണ്ട് ക്യാരക്ടേഴ്സിന്റെ, സോ അവരുടെ ആ ഒരു സീക്വൻസ്, ആ ഒരു റൂമിന്റെ അത് നടക്കുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ഡീൽ ചെയ്യുന്നത്, അതിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ഇവന്റ്സ്, അതൊക്കെ നല്ല രസമായിരുന്നു. സോ സ്പൈ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കൊറിയൻ സ്പൈ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു ഇന്ത്യൻ മൂവിയാണ് ബെർലിൻ എന്ന് പറയുന്നത്. എന്തായാലും കണ്ടു നോക്കുക. C5-ലുണ്ട് മൂവി. സോ ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.